നമസ്കാരം. കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷിക്കാനുള്ള തീരുമാനമായിരിക്കുകയാണ്. നിലവിൽ കേസിൽ 4ാമതൊരാൾ ഉണ്ടായിരുന്നു എന്നും പല തെറ്റിദ്ധാരണകളും പകർത്തിക്കൊണ്ട് ആ 4ാമനെ ADGP ഉൾപ്പെടെയുള്ള ചിലർ സംരക്ഷിച്ചിരുന്നതോ എന്നുള്ള സംശയങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ കേസിലൊരു നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് ഓയൂർ ഓട്ടുമലയിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ തുടരന്വേഷണം നടത്താൻ കോടതിയുടെ അനുമതി ലഭിച്ചു എന്നതാണ് വിവരം. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സമർപ്പിച്ച തുടരന്വേഷണ ഹർജി കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള PN വിനോദാണ് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് തുടരന്വേഷണത്തിന് 10 ദിവസത്തെ അനുമതി ഇതിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. കുട്ടിയുടെ പിതാവ് ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ 4 പേർ കേസിൽ കുറ്റകൃത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണത്തിനുള്ള അനുമതി ലഭ്യമായിരിക്കുന്നത്. 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ 4 പേരെ കണ്ടിരുന്നു എന്ന് കുട്ടിയുടെ സഹോദരൻ ആദ്യം പറഞ്ഞിരുന്നു. കുട്ടിയുടെ സഹോദരൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും പോലീസ് അത് അന്വേഷിച്ചില്ല എന്നുള്ള പിതാവിന്റെ സംഭാഷണമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. 3 പ്രതികൾ മാത്രമാണ് അറസ്റ്റിലായത് എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിതാവിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്താൻ പോവുകയാണ്. വിചാരണ നടപടികൾ വൈകിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തുടരന്വേഷണം എന്ന പ്രതിഭാതം വാദിക്കുന്നുമുണ്ട്. പ്രതികളുടെ ജാമ്യാപേക്ഷയെയും തുടരന്വേഷണത്തെയും ബാധിക്കുമെന്നും പ്രതികൾ അറസ്റ്റിലായി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ അനുമതി നൽകണമെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ തുടരന്വേഷണത്തിന് പ്രതിഭാഗത്തിന്റെ അനുമതി ആവശ്യമില്ല എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള G മോഹൻ രാജ് വ്യക്തമാക്കിയത്. 2023 നവംബർ 27-നാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട്, അതായത് ഇങ്ങനെയൊരു ക്രൈം നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 2023 നവംബർ 27 വൈകിട്ട് 4:30-നാണ് ഓയൂരിൽ ഓട്ടുമലയിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അടുത്ത ദിവസം ഉച്ചയോടെ തന്നെ കുട്ടിയെ ആശ്രമ മൈതാനത്ത് കൊണ്ട് ഉപേക്ഷിച്ച് ഇവർ കടന്നു കളഞ്ഞെങ്കിലും തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നാണ് പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കുളം കവിതാരാജനിൽ KR പത്മകുമാർ, ഭാര്യ MR അനിതകുമാരി, മകൾ അനുപമ എന്നിവരെ പോലീസ് പിടികൂടുന്നത്. പോലീസിലെ ഉന്നതൻ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള ആരോപണം അടുത്തിടെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് അനുമതി തേടിയത്. പക്ഷേ 1ാം പ്രതിക്ക് ജാമ്യമില്ല എങ്കിൽ പോലും മറ്റ് 2 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വശത്തുണ്ട്. അതായത് പത്മകുമാറിന്റെ മകളായിട്ടുള്ള അനുപമ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടർ പഠനത്തിന് വേണ്ടിയൊക്കെ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ള കാര്യം പറയുന്നു. അതിന്റെ പേരിൽ ജാമ്യം അനുവദിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് 2ാം പ്രതിയായിട്ടുള്ള പത്മകുമാറിന്റെ ഭാര്യയായിട്ടുള്ള അനിതാകുമാരിക്ക് ജാമ്യം അനുവദിക്കുന്നത്. അതായത് കേസിലെ പ്രധാനികൾ എന്ന് കരുതുന്ന 2 പേർ ഇപ്പോൾ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് കൂടെ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള വഴിയൊരുക്കുമെന്നുള്ള ചിന്തയിലാണ് ജനങ്ങൾ. എന്തായാലും ഓയൂർ കേസുമായി ബന്ധപ്പെട്ട ADGP അജിത് കുമാറിനുള്ള ബന്ധം എന്താണ്, എന്തിനാണ് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത് എന്നുള്ള ADGPയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ജനങ്ങളിൽ ശക്തമാകുന്നതിനിടെ ഇപ്പോൾ തുടരന്വേഷണം നടത്താൻ അനുമതി ലഭ്യമായിരിക്കുകയാണ്. ഇതൊരു പക്ഷേ ADGPയെ കുടുക്കിയേക്കാം. അതല്ല എങ്കിൽ ഈ കേസ് അന്വേഷണം, തുടരന്വേഷണം പല രീതിയിലും അട്ടിമറിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഓയൂർ കേസിൽ ഒരാൾ മറഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം പലരും വിശ്വസിക്കുന്നത്.